ഒതുങ്ങാനുള്ളതാണോ വാർദ്ധക്യം? അല്ല. മറക്കാനുള്ളതാണോ വാർദ്ധക്യം? അല്ലേ അല്ല. പിന്നെ എന്തിനുള്ളതാണ് വാർദ്ധക്യം? അത് ആഘോഷിക്കാനുള്ളതാണെന്ന് വിളിച്ചു പറയുകയാണ് കൊച്ചിയിലെ വയോജന കലാമേള. ചെറുപ്പത്തിൻ്റെ കലോത്സവ ഉത്സാഹങ്ങളോട് കിടപിടിക്കുകയാണ് ഈ വയോജനമേള. നല്ല ഒന്നാം തരം ധൂം ധാം വയോജന കലാമേള കാണാം. പ്രായം കൂടുമ്പോൾ ജീവിതം കളറാകുന്നതും വൈബാകുന്നതും കാണാൻ വയോജന കലാമേളയിലെ മത്സരങ്ങൾ കാണണം. ചെറുപ്പക്കാരുടെ കണ്ണു തള്ളുന്ന പ്രകടനങ്ങൾ, അതിനൊപ്പം നിൽക്കുന്ന സദസ്സിലെ കയ്യടികൾ, സമ്മാനം കിട്ടുമ്പോൾ ആർപ്പുവിളികൾ, അങ്ങനെ മനസ്സ് നിറഞ്ഞൊരു കലാമേള. എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സാമൂഹിക നീതി വകുപ്പിന്റെയും കേരള സാമൂഹിക സുരക്ഷാ മിഷന്റെയും സഹകരണത്തോടെയാണ് കൊച്ചിയിൽ വയോജന കലാമേള സംഘടിപ്പിച്ചത്. 50-ലധികം ടീമുകളിലായി 500-ൽ പരം വയോധികർ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു. വേദിയിൽ കയറിയാൽ എല്ലാവർക്കും പ്രായം 10ഓ 15ഓ മാത്രം. നാടൻപാട്ടായാലും ഒപ്പനകളിയായാലും ആർക്കും ക്ഷീണമോ മറ്റു പ്രശ്നങ്ങളോ ഇല്ല. ജെൻസി കിഡ്സിന്റെ എനർജി മാത്രമല്ല, കുറച്ച് പാട്ടുകളും കടമെടുത്തിട്ടുണ്ട്. കിട്ടിയ അവസരത്തിൽ ആടിത്തിമുറുക്കുകയാണ്. അതായത് ഇതുപോലുള്ള അവസരങ്ങൾ വേണമെന്ന് സാരം. സോഷ്യൽ മീഡിയ വൈറൽ താരങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. മക്കളോ കൊച്ചുമക്കളോ ഒക്കെയാണ് നൃത്തം പഠിപ്പിച്ച് ഇവരെ മത്സരത്തിൽ പങ്കെടുപ്പിച്ചത്. സ്വന്തമായി കൊറിയോഗ്രാഫി ചെയ്തവരുമുണ്ട്. ഒരാഴ്ച മുതൽ ഒരു മാസത്തെ വരെ പരിശീലനത്തിന് ശേഷമാണ് എല്ലാവരും എത്തിയത്. സന്തോഷവും ആവേശവുമാണ് ഓരോരുത്തരുടെയും വാക്കുകളിൽ നിറയുന്നത്. എല്ലാവരും കൂടെ ഒരു 10 മണിയോടുകൂടി 2 മണിക്കൂർ കൂടി ഒരുമിച്ച് ഡാൻസ് പഠിക്കും. ഞങ്ങൾ തന്നെ ഓരോ സ്റ്റെപ്പുകളൊക്കെ മനസ്സിലാക്കി ഞങ്ങൾ തന്നെ പഠിച്ചിരിക്കുന്നത്. പാട്ട് ഞങ്ങൾ ആലോചിച്ച് ഇങ്ങനെ സെലക്ട് ചെയ്തു. നല്ല അടിപൊളി പാട്ടായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്ത് ഞങ്ങളുടെ അടുത്തൊരു പയ്യനുണ്ട്. ആ പയ്യനെയും കൊണ്ട് ഞങ്ങൾ യൂട്യൂബിൽ കയറ്റി, പെൻഡ്രൈവിൽ കയറ്റി, അങ്ങനെ ഞങ്ങളൊരു 15 ദിവസം പ്രാക്ടീസ് ചെയ്തു. ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ സ്റ്റെപ്പുകളാണ്, വേറെ ആരും ഞങ്ങൾക്ക് പഠിപ്പിക്കാനൊന്നുമില്ല. പല ടീമിലും നേരത്തെ ഉണ്ടായിരുന്ന മത്സരാർത്ഥികളിൽ ചിലർ അസുഖം മൂലം പിന്മാറി. പക്ഷേ ബാക്കിയുള്ളവർ അവസരം വിട്ടുകളയാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ കുറച്ചൊക്കെ കഷ്ടപ്പെട്ട് ജില്ലാ മത്സരങ്ങൾക്ക് എത്തി. 2 പേര് ഇതിന് മാറി അസുഖമായിട്ടാണ്. അപ്പം ഞങ്ങൾ പിന്നെ തപ്പിപ്പിടിച്ചെടുത്താണ് ഇപ്പോൾ ഒപ്പിച്ചുകൊണ്ട് വന്നത്. ഞാൻ ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല. ഇങ്ങനെ ഇതേപോലെ 2-3 സ്റ്റേജ് കയറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. എനിക്ക് ഡെങ്കിപ്പനിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കളിക്കാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോൾ പനി വന്നതുകൊണ്ട് പിന്നെ മണ്ണവാട്ടിയായിട്ട് ഇരുന്ന സുന്ദരി. നൃത്തപഠനം വല്ലാത്തൊരു ഊർജം തരുന്നുണ്ടെന്നാണ് അമ്മമാർ പറയുന്നത്. ഇനിയും ഒരുപാട് വേദികളിൽ നൃത്തം ചെയ്യണമെന്നാണ് ഇവരുടെ ആഗ്രഹം. ഞങ്ങൾ 20 ദിവസം കൊണ്ട് പഠിച്ചോളൂ. പെട്ടെന്ന് പഠിച്ചതാണ്. അത് ഞങ്ങൾക്ക് ആൾക്കാർ വേറെ ഇരുന്ന് കളിച്ചിരുന്ന വെച്ചാൽ, പക്ഷെ ഇത് 60 വയസ്സാകണവർക്കിടയല്ലേ, അത് കാരണം പിന്നെ ആൾക്കാരെ കൂട്ടി വേറെ എടുത്ത് കളിച്ച് കുറേ സ്ഥലത്ത് പോയിട്ടുണ്ട്. പല ഡാൻസാണ്. ഇവിടെ വന്നത് വേറെ. ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പുണ്ട്, ഡാൻസ് ഗ്രൂപ്പ്. അതിൽ പല ഇതുണ്ട്, പല കളറുണ്ട് സാരികളൊക്കെ. പഠിപ്പിച്ചത് വീടിൻ്റെ അടുത്ത ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയാണ് ഞങ്ങളെ പഠിപ്പിച്ചു തന്നത്. നന്നായിട്ട് ഞങ്ങൾ കളിച്ച്, ഈ തട മോളാണ് ഞങ്ങളെ കളിപ്പിച്ചത്. അമ്പലത്തിൽ പിന്നെ കൈകൊട്ടിക്കളി, കോലുകളി, ഞാനിതിനൊക്കെ പോകാറുണ്ട്. ഇവരൊക്കെ ആദ്യമായിട്ടാണ് ഇപ്പോൾ കളിക്കുന്നത്. അയൽക്കൂട്ടത്തിൻ്റെ വാർഷികത്തിന്, പിന്നെ വയോജന ദിനത്തിന്, അങ്ങനെ കാലടിയിൽ പോയി കളിച്ച് ഞങ്ങൾ. ചെറിയ പിള്ളേരെ ഞങ്ങളെ പഠിപ്പിച്ചു. അടിപൊളി. ഞങ്ങൾക്ക് എനർജി കിട്ടി. കളിക്കും തോറും നമുക്കൊരു ഉത്സാഹം തോന്നി, വീണ്ടും വീണ്ടും കളിക്കാനായിട്ടുള്ള ഒരു ഉത്സാഹം. പിന്നെ നമ്മൾ ഇത്രയും പ്രായമായില്ലേ, അപ്പം നമ്മൾക്ക് ഒരു മനസ്സിനൊരു സന്തോഷം. അപ്പം അതുവരെ ഞങ്ങൾ ഇറങ്ങി. ഇനിയും അങ്ങോട്ട് കൂടുതൽ കളി ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്, ദൈവം അതിനനുവദിച്ചാൽ.
ഓർമ്മകൾ മരിക്കുമോ? നൃത്തത്തിന് പുറമെ പാട്ടിലും ചിലർ ഗംഭീര പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. നാടൻ പാട്ടും സിനിമാ ഗാനങ്ങളും ലളിത ഗാനങ്ങളുമെല്ലാം ഒന്നിനൊന്നു മെച്ചം. ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. ആശയ്ക്കൊരാശയ്ക്കായി പെണ്ണെ പാടണമെന്നുണ്ട്. രണ്ടു മനസ്സാണ് പുന്നാരമോളെ എൻ്റെ ഇണക്കിളിയേ. അഭിനയത്തിൽ മികവ് തെളിയിച്ചവരാണ് രാമചന്ദ്രൻ നായരും രാജേശ്വരിയുമൊക്കെ. ഭർത്താവ് മരിച്ചുപോയ രാജേശ്വരി അമ്മയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് വയോമിത്രത്തിൻ്റെ പ്രവർത്തകരാണ്. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. ഒരു SA ആയിരുന്നു. 20 വർഷമായി. ഞാൻ ആകെ ഡള്ളായിപ്പോയി. അപ്പോൾ എന്നെ മരട് മുനിസിപ്പാലിറ്റിക്കാർ വന്ന് കോർഡിനേറ്റർ അവരൊക്കെ വന്നാണ് എന്നെ ഉഷാറാക്കി കൊണ്ടുവന്ന്. ഇപ്പം ഞാൻ ഉഷാറായി. അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു, അമ്മ അടിച്ചു പൊളിച്ചോളാം, അമ്മയുടെ ജീവിതത്തിൽ അമ്മ ഇനിയതാണ്, അമ്മ അടിച്ചു പൊളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇറങ്ങി ഇതിലേക്ക്. അപ്പോൾ എനിക്ക് ഹാപ്പിയാണ്. 2-3 ദിവസമായി രാത്രി ഉറങ്ങിയിട്ട് നാടകത്തിൻ്റെ പഠിക്കേണ്ടതിൻ്റെ ഒരു ടെൻഷൻ. ഇന്ന് ഞാൻ ശരിക്കും ഉറങ്ങും. പറയാ സമ്മാനമൊക്കെ കിട്ടി. അഭിനയം ഇതാദ്യമായിട്ടാണ്. കളിച്ചിട്ടൊക്കെ ഉണ്ട്. കൈകൊട്ടിക്കളി, തിരുവാതിരകളി, സിനിമാറ്റിക് ഡാൻസ് അതൊക്കെ കളിച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ആദ്യമായിട്ടാണ്. അതൊരാഴ്ച പ്രാക്ടീസ് ചെയ്തു. ബെസ്റ്റ് ആക്ടർ കിട്ടി. വളരെ സന്തോഷം. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ബെസ്റ്റ് ആക്ടറൊക്കെ കിട്ടണമെന്ന് വെച്ചാൽ ഇപ്പോൾ 68 വയസ്സായില്ലേ. ഇപ്പോൾ അതൊരു സന്തോഷമല്ലേ നമുക്ക്. എന്നാ മനുഷ്യ എന്തും ഭാവിച്ചാ നിങ്ങൾ ഇരിക്കണേ? ഒരു മോളില്ലേ കെട്ടിച്ചു വിടണ്ടേ? അങ്ങേർക്കൊരു ചൂടുമില്ല. ഞാനാണ് 3 ആനെ വിളിച്ച് വരുത്തിയേക്കണേ. ഫസ്റ്റ് അടിച്ചിരിക്കുന്നത് ട്രിപ്പിന്, അതിന് ഫസ്റ്റ്. പിന്നെ ഞങ്ങളുടെ പാട്ട് നെട്ടൂര് മരട് നെട്ടൂർ വടക്കേപ്പാട്ട് പുരയ്ക്കൽ വയോജന ക്ലബിലെ പ്രതിനിധീകരിച്ചാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. എനർജി എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഏതാണ്ട് ഒരു 10 വർഷം പിന്നോട്ട് പോവുകയാണ് പ്രായം. അത്ര എനർജറ്റിക്കാണ്. ഇതിപ്പോൾ ആദ്യത്തേതാണ്. ഒരവസരം വന്നു, അപ്പോൾ ഞങ്ങൾ ചെയ്തു. മറ്റേ സിനിമാറ്റിക് ഡാൻസിനൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം. ഇതൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ളതാണ്. ഞാനൊരു റിട്ടയർഡ് എംപ്ലോയി ആണ്. ആൺവേഷം കെട്ടി വേദിയിൽ തകർത്തഭിനയിച്ച ആളാണ് PK സരസ്വതി. വയോമിത്രത്തിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തതോടെ കൂടുതൽ ആരോഗ്യം വന്നു എന്നാണ് സരസ്വതി അമ്മ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ വയോമിത്രം തുടങ്ങിയതിന് ശേഷം ഉണ്ടല്ലോ, ഞങ്ങൾ അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് കൂടുതൽ ആരോഗ്യം വന്നെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് മുരടിക്കണ്ടല്ലോ, വർത്താനം പറയാനൊന്നും ആളുമില്ല, മക്കളൊക്കെ ജോലിക്ക് പോകില്ലേ. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഈ കളിയും ചിരിയൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വയസ്സൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പോൾ 78 വയസ്സുണ്ടെങ്കിൽ ഞങ്ങളൊരു 10-20 വയസ്സുള്ളതിൻ്റെ പ്രായത്തിൻ്റെ മനസ്സാണ് ഞങ്ങൾക്ക് ഇങ്ങനെ വയോമിത്രത്തിൽ അടക്കണാരനെ. അടിപൊളിയായിട്ട് ഞങ്ങളുടെ ജീവിതം പോണത്. ദിവസം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യും. പിന്നെ പല സ്ഥലത്തും പരിപാടി അവതരിപ്പിക്കാൻ പോകാറുണ്ട്. ഞങ്ങൾ എങ്ങനെയൊന്നും ഞങ്ങൾ പുറത്ത് വരില്ല. വീട്ടിൽ എവിടെയെങ്കിലും ഒരു മുറിയിൽ കിടക്കേണ്ട ഞങ്ങളെ ഇങ്ങനെ പുറത്തേക്ക് ഇറക്കി ഇവരെല്ലാവരും കൂടി അടിപൊളിയായിട്ട് ഞങ്ങളുടെ ജീവിതം പോയൊക്കെ എന്തൊരു സന്തോഷമാണെന്നറിയാമോ. ക്യാൻസറിനെ പൊരുതി തോൽപ്പിച്ച ആളാണ് രത്നമ്മ ടീച്ചർ. പാട്ടും നൃത്തവും എല്ലാം ഈ കൈകളിൽ ഭദ്രം. ടീച്ചറുടെ നേതൃത്വത്തിലുള്ള സംഘം മേളയിലെ നൃത്ത പരിപാടികളിൽ പങ്കെടുത്തു. ഞാൻ 58 വർഷമായി കലാരംഗത്ത് പ്രവർത്തിച്ചു തുടങ്ങിയിട്ട്. അത് എല്ലാ ഡാൻസ്, ഏത് ഡാൻസ് ആണെങ്കിലും നാടകമാണെങ്കിൽ സിനിമ ഫീൽഡിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, സീരിയൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഡാൻസ് ഏത് ഐറ്റംസ് വന്നാലും ഒത്തിരി സ്ഥലങ്ങളിൽ ഇവർ പോയിട്ടുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ടാണ് മത്സരത്തിന് വന്നിരിക്കുന്നത്. വയോജനക്ഷേമത്തിനായി സാമൂഹ്യനീതി വകുപ്പ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പാക്കുന്നതാണ് വയോമിത്രം പദ്ധതി. സൗജന്യ ചികിത്സയ്ക്ക് പുറമെ മുതിർന്ന പൗരന്മാർക്ക് മാനസികോല്ലാസം പ്രദാനം ചെയ്യുന്ന പരിപാടികൾ, സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങിയവയും വയോമിത്രം വഴി നടപ്പാക്കുന്നുണ്ട്. ഈ പദ്ധതിയിൽ രൂപീകരിച്ചിട്ടുള്ള ചെറു ഗ്രൂപ്പുകളാണ് കലാമേളയിൽ എത്തിയത്. നമ്മൾ യങ്സ്റ്റേഴ്സിനെ തോൽപ്പിക്കുന്ന എനർജി ഉണ്ട് അവർക്ക്. കാര്യം ഫിസിക്കലി അവർ അത്രയും വരുന്നില്ലെങ്കിലും അവർ മെൻ്റലി ഭയങ്കര ആക്റ്റീവാണ്. അവർക്ക് പ്രോഗ്രാംസിൽ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നും അതിന് വേണ്ടിയിട്ട് അവർ മാക്സിമം
പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്. അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇതിലൊക്കെ പങ്കെടുക്കാനായിട്ട്. ഒരു കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടായിരുന്നു, പക്ഷെ പഠിച്ചതും പ്രാക്ടീസ് ചെയ്തതും ഒക്കെ അവർ തന്നെയാണ്. ആദ്യമായാണ് സംസ്ഥാനത്ത് വയോജനങ്ങൾക്കായി ഒരു കലാമേള ജില്ലാതലത്തിൽ സംഘടിപ്പിച്ചത്. അതിൽ ഈ പരിപാടി പണ്ടേ വെക്കേണ്ടതായിരുന്നു എന്നാണ് ഞങ്ങളുടെ മനസ്സിലിപ്പോൾ തോന്നുന്നത്. കാരണം അവരുടെ ഒരു സന്തോഷം കാണുമ്പോൾ നമുക്ക് വലിയ അഭിമാനമാണ്. ഞങ്ങൾ ജനപ്രതിനിധികളെന്ന നിലയിൽ ഞങ്ങൾക്കിങ്ങനെ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ഇത്രയേറെ പങ്കാളിത്തം ഉണ്ടാവും നമ്മൾ കരുതിയില്ല. പക്ഷേ ഇത്രയേറെ ആളുകൾ വന്ന് നമ്മുടെ പ്രായം ചെന്ന ആളുകൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും മധുരതരമായിട്ടൊരു ഓർമ്മയായി ഈ പരിപാടി മാറി. ഇനിയും കുറേ കൂടി മത്സരങ്ങൾ വേണമെന്നാണ് ഇപ്പോൾ അവർ ആവശ്യപ്പെടുന്നത്. നമ്മൾ വയോജന കായികമേള ഉൾപ്പെടെയുള്ള പരിപാടികൾ ആലോചിച്ചിട്ടുണ്ട്. ഭാവിയിൽ നമ്മൾ ഇവർക്ക് വേണ്ടിയുള്ള ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. എല്ലാ നഗരസഭകളിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നൊക്കെ വലിയ പങ്കാളിത്തമുണ്ട്. അപ്പോൾ അവരത് വലിയ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രായം ചെന്ന എല്ലാവരും. 2 ദിവസങ്ങളിലായി കാക്കനാട് നടന്ന കലാമേളയിൽ 44 പോയിന്റ് നേടി മരട് നഗരസഭയാണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത്. 500-ലധികം വയോജനങ്ങളാണ് വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തത്. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച കൂടുതൽ വിശേഷങ്ങളും പുതിയ അനുഭവങ്ങളും ഒപ്പം കൗതുകമുള്ള കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.